ഞാൻ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഒരു പള്ളിയിൽ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കാറുണ്ട്. അപ്പോൾ അവിടെ വരാറുള്ള ഒരു മകളാണ്. ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ടാണ് ഈ മകളെ ഞാൻ കാണുന്നത്. അപ്പോൾ അവളുടെ മുഖം വളരെ വിഷാദമാർന്നതും വളരെയധികം ഞെരുക്കങ്ങളിലൂടെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മകളാണ്. അപ്പോൾ വലിയ ദുഃഖവും വേദനയും പ്രയാസവും ഒക്കെ അനുഭവിക്കുന്നുണ്ടെന്ന് മുഖം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകുമായിരുന്നു. അത്രയും ഡള്ളായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ മകളുമായിട്ടൊന്ന് സംസാരിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. അപ്പോഴാണ് അവൾ പറയുന്നത്, ഞാൻ മുടങ്ങാതെ എല്ലാ ദിവസവും ഇവിടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ വരും. അങ്ങനെ വന്ന് മുടങ്ങരുതെന്ന് അവൾക്കൊരു നിർബന്ധമുണ്ട്. കഴിഞ്ഞ 6 വർഷമായിട്ട് അവൾ മുടങ്ങാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഇങ്ങനെ ഡെലിവറിയുടെ ആ 2-3 ദിവസങ്ങൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ കൈക്കുഞ്ഞിനെയും കൊണ്ട് ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈ മകൾ വരാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇങ്ങനെ ഇത്രയും ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു മകളാണെങ്കിൽ, ദിവ്യകാരുണ്യ സന്നിധിയിൽ സ്ഥിരം വരുന്ന ഒരാളാണെങ്കിൽ, അവൾക്ക് ദൈവം അതിൻ്റേതായ ഒരു അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് അപ്പോൾ തന്നെ ക്ലിക്കായി. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈശോ എന്താണ് പറയാറ്? ഇവിടെ ഈശോയുടെ അടുത്ത് ഇങ്ങനെ വന്ന് പോകുന്നത് കൊണ്ട് ഈശോ എന്താണ് പ്രത്യേകമായിട്ടുള്ളൊരു അനുഭവം, ദൈവാനുഭവം തരാറുള്ളത് എന്താണ്? അപ്പോൾ ആ മകൾ എന്നോട് പറഞ്ഞു, എനിക്ക് ദൈവം സ്വപ്നത്തിലൂടെ പല കാര്യങ്ങളും എന്നെ സ്വപ്നങ്ങൾ കാണിക്കും. ഈ സ്വപ്നങ്ങൾ 2-3 ദിവസത്തിനുള്ളിൽ അത് പലതും ശരിയാകാറുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അവളതിൻ്റെ 1-2 അനുഭവങ്ങളും എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, ഇതൊരു ദൈവിക വരമാണ്, ഒരു ദർശന വരം അല്ലെങ്കിൽ അറിവിൻ്റെ വരം ഒക്കെയാണ്. ഇത് കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും നമ്മൾ ദരിദ്രരായി കഷ്ടപ്പെട്ട് വീടില്ലാതെ വാടകയ്ക്കൊക്കെ ഇങ്ങനെ നമ്മൾ നടക്കുകയാണ്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നിനക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ഗിഫ്റ്റ് നീ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, മറ്റ് ദൈവമക്കൾക്ക് വേണ്ടി നീ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നിൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വരാൻ തുടങ്ങും. അപ്പോൾ വളരെ ഡള്ളായി, മൂടിയായി, വിഷമിച്ച്, ആര് കണ്ടാലും ഇവക്കെന്തോ കുഴപ്പമുണ്ടോ എന്ന് പോലും ചിന്തിച്ച് നടന്നിരുന്ന ആ പെൺകുട്ടിക്ക് എൻ്റെ ഈ വാക്കുകൾ അവൾക്ക് വല്ലാതെ അവളെ ആകർഷിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു, ഇനി മുതൽ ഞാൻ ഇതൊരു ശുശ്രൂഷ പോലെ ചെയ്തു കൊള്ളാം എന്ന് ഒരു തീരുമാനമെടുത്ത് ദൈവത്തോട് പറയാൻ, ഈശോയോട് പോയി ചെന്നിരുന്ന് പറയാൻ ഞാൻ അവളോട് പറഞ്ഞു. അന്ന് കുറച്ച് നേരം ഇതിനെക്കുറിച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് നീ പോയാൽ മതി എന്ന് ഞാൻ അവൾക്ക് പറഞ്ഞു. അവളതനുസരിച്ച് ചെയ്തു. പിന്നെ ഞാൻ അവളോട് പറഞ്ഞു, നീ നിൻ്റെ സ്വപ്നങ്ങളൊക്കെ എഴുതി വയ്ക്കും. ഒരു നോട്ട്ബുക്കിൽ നീ കാണുന്ന സ്വപ്നങ്ങൾ, നിനക്ക് ഓർമ്മയുള്ള സ്വപ്നങ്ങളൊന്ന് എഴുതി വയ്ക്കണം. അപ്പോൾ നമുക്കിതറിയാം. ഒരു 2-3 ദിവസങ്ങൾ കഴിയുമ്പോൾ, ഒരാഴ്ച കഴിയുമ്പോൾ അത് നിറവേറുന്നത് തിരിച്ചറിയാൻ നിനക്ക് സാധിക്കും. അങ്ങനെ ഇത് കൂടുതൽ ആളുകളിലേക്ക് ഈ ദൈവത്തെ പകർന്നു കൊടുക്കാൻ നിനക്ക് സാധിക്കും. അവളത് സമ്മതിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം ഞാൻ ഇവളെ കാണുമ്പോൾ ഇവളുടെ മുഖം വലിയ വ്യത്യാസം, വളരെ പ്രകാശമുള്ളതായിട്ട്, വളരെ ധൈര്യമുള്ളതായിട്ട്, വലിയ ആത്മവിശ്വാസമുള്ളവളായിട്ട് ഈ കുട്ടിയെ ഞാൻ കാണുകയാണ്. ഞാനത് അവളോട് പറഞ്ഞൊന്നുമില്ല, ഞാൻ പറഞ്ഞു, ഇന്ന് മുഖം നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദൈവം നമ്മിൽ ചൊരിഞ്ഞിരിക്കുന്ന ഗിഫ്റ്റുകൾ, ആ ഗിഫ്റ്റിനെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, അത് വെച്ച് മറ്റുള്ളവർക്ക് നന്മ ലഭിക്കാൻ നമ്മൾ ഇടയാക്കിയാൽ, അത് ദൈവം നമുക്ക് അതിന് പ്രതിഫലം തരും. അതാണ് ഈശോ പറഞ്ഞത്, എൻ്റെ നാമത്തിൽ
ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്താൽ അതിന് ഞാൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകും. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നിനക്ക് ഇത്രയും വലിയൊരു ഗിഫ്റ്റ് ദൈവം തന്നിട്ട് നീ അത് ഉപയോഗിച്ചാൽ നിൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വരും, പ്രതിഫലം വരും, നീ അത് ചെയ്തു തുടങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ അവളതിന് തയ്യാറായി. അവൾ ബുക്ക് മേടിച്ച് സ്വപ്നങ്ങൾ എഴുതാൻ തുടങ്ങി. സ്വപ്നങ്ങൾ കാണുന്നതുമായി ബന്ധപ്പെടുന്ന ആളുകളോട് അവളത് പറയാൻ തുടങ്ങി. അപ്പോൾ അവൾക്ക് മനസ്സിലായി അത് ശരിയാണ്, ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. ഈ ദൈവം നമ്മിൽ വരങ്ങൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ സ്വർഗം നമ്മളെ ഫോഴ്സ് ചെയ്യൊന്നുമില്ല, നീ ഇത് ചെയ്യണം, അത് വെച്ചിട്ട് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. സ്വർഗം അത് നമ്മളതിന് തയ്യാറായാലേ ദൈവത്തിന് ആ വരങ്ങൾ നമ്മിൽ നിക്ഷേപിച്ചുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുള്ളൂ. ബലമായി നമ്മളെക്കൊണ്ട് ആ വരങ്ങൾ ഉപയോഗിപ്പിക്കാൻ ദൈവം ശ്രമിക്കില്ല. നമ്മൾ എന്നിൽ ഈ വരമുണ്ടെന്ന് തിരിച്ചറിയുകയും നമ്മൾ ആ വരം ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു ഗ്ലാസ് വെള്ളം, ഒരു പാത്രം വെള്ളം മറ്റുള്ളവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത് പോലെ നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തിക്ക് ദൈവത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കാൻ തുടങ്ങും. അപ്പോൾ ഞാൻ അവളോട് ഈ കാര്യം പറയാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു മാസമേ ആയിട്ടു. ഈ ഒരു മാസത്തിനുള്ളിൽ പല മക്കളും അവളുടെ അടുത്ത് പ്രാർത്ഥനാ സഹായത്തിന് വരികയും അവൾക്ക് അവരെ ഡയറക്റ്റ് ചെയ്യാനും സാധിച്ചു. മാത്രവുമല്ല, വളരെ അത്ഭുതാവഹമായ ഒരു കാര്യം ദൈവം അവളുടെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തു. അത് അടുത്ത വീഡിയോയിൽ ആ മകളെ കൂടി ഉൾപ്പെടുത്തി ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. ദൈവത്തിനൊരു വാതിൽ തുറക്കാൻ, വഴി തുറക്കാൻ നിസ്സാര കാര്യമേ ഉള്ളൂ. പക്ഷെ ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന താലന്തുകളെ, ഗിഫ്റ്റുകളെ, ദൈവിക വരങ്ങളെ നമ്മൾ അവിടത്തേക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് മാത്രം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വിളവധികം വേലക്കാരോ ചുരുക്കം. അപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ കർത്താവിന് വേല ചെയ്യാൻ ധാരാളം ആൾക്കാരെ വേണം. അപ്പോൾ നിനക്ക് എന്തെങ്കിലും ഒരു സ്പാർക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ ആ കിട്ടിയിട്ടുള്ള ദൈവിക വരം ഉജ്ജ്വലിപ്പിച്ച് അതിന് തയ്യാറായാൽ നീ നനച്ചിരിക്കാത്ത നിമിഷത്തിൽ ദൈവം നിൻ്റെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ ചൊരിയും. വലിയ അനുഗ്രഹങ്ങൾ. ഈ മകളുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതാണ്. വലിയൊരു അനുഗ്രഹം അവളുടെ ജീവിതത്തിൻ്റെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ആ മകളെ കൂടി ഉൾപ്പെടുത്തി നിങ്ങളോട് പറയുന്നതാണ്. നമ്മൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തെ നമ്മൾ എടുക്കേണ്ടത് ഇങ്ങനെയാണ്. എന്നിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ചെറിയൊരു ഗിഫ്റ്റാണെങ്കിൽ കൂടി, ഒരുപക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു വരം, ഒരു ദാഹം നിന്നിലുണ്ടെങ്കിൽ, അതാണെങ്കിൽ കൂടി അത് നമ്മൾ ഉപയോഗിച്ചാൽ ദൈവം നമുക്ക് പ്രതിഫലം നൽകും. ദൈവത്തിൻ്റെ എല്ലാ പ്രതിഫലവും ലഭിക്കുന്നത്, ദൈവം കൊടുക്കുന്നത്, ദൈവം വെച്ചു കൊടുക്കുന്നത് ആത്മാവിലാണ്. അപ്പോൾ ദൈവവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ആത്മീയ തലത്തിലേക്കാണ് ദൈവം അനുഗ്രഹം ചൊരിയുന്നത്. അത് ഭൗതികതയിലേക്ക് നമുക്ക് കിട്ടുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളുടെ ഓരോ ചെറിയ പ്രവൃത്തിയും ദൈവം കണക്കിലെടുക്കുകയും അതിനുള്ള പ്രതിഫലം നമുക്ക് നൽകുകയും ചെയ്യും. അതുകൊണ്ട് ഇന്നു മുതൽ നിൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ്, ദാനം, വരം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് നീ വേലയ്ക്കായിട്ട്, അവിടുത്തെ വേലയ്ക്കായിട്ട്, മുന്തിരിത്തോപ്പിലെ വേലയ്ക്ക് വേണ്ടി നീ ഉപയോഗിക്കുകയാണെങ്കിൽ അതിലൂടെ നിൻ്റെ ജീവിതത്തിലേക്ക് ഐശ്വര്യം വരും. അതിലൂടെ നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കടന്നു വരും. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോയിൽ നിന്നും എന്തെങ്കിലും ഒരു പ്രചോദനം ലഭിക്കുന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ. ആമേൻ.